മണൽ ഖനനം നടത്തിയാൽ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും നഷ്ടമാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടുന്നത്. കൊല്ലം പരപ്പിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. കൊല്ലം പരപ്പ് അഥവാ കൊയിലോൺ ബാങ്ക് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മത്സ്യമുണ്ട് എന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് നമ്മളുള്ളത്. ഇവിടെ വലിയ ആശങ്കയിലാണ് തൊഴിലാളികൾ. കാര്യം കടൽ ഖനനം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ പ്രദേശത്ത് നിന്ന് 302.65 ദശലക്ഷം മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. ഇപ്പം തന്നെ ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതി തന്നെയാണ്. ഇനി ഖനനം കൂടെ വന്നു കഴിഞ്ഞാൽ അത് രൂക്ഷമായ ഒരു പ്രശ്നത്തിലേക്ക് തന്നെ പോകും. തോരയും ഖനനം ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്. തോരയും എടുക്കണമെങ്കിൽ ഒരു ഗ്രാമിൻ്റെ തോരയും എടുക്കണമെങ്കിൽ തന്നെ എത്രമാത്രം ഖനനം ചെയ്യണമെന്നറിയോ മണ്ണ്. ഇത്രമാത്രം ഖനനം ചെയ്യുമ്പോൾ ഇത് പരിസ്ഥിതി പ്രശ്നം തന്നെ വരും. കടൽ മണൽ ഖനനം സംബന്ധിച്ച് യാതൊരു ശാസ്ത്രീയ പഠനവും ഇതുവരെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. പ്രതിഷേധങ്ങളുണ്ടായ സമയത്താണ് പഠനം നടത്തുമെന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയത്. പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ ഖനനം നടത്തി കഴിഞ്ഞാൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥ തകരും. ഒപ്പം തന്നെ മത്സ്യങ്ങൾക്ക് പ്രജനനം നടത്താനുള്ള പാലുകളടക്കം ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കഷ്ടത്തിലാകും. മത്സ്യം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഈ തൊഴിൽ മേഖല പൂർണ്ണമായും തകരും. കടലിൻ്റെ അടിത്തടലിൽ അനേകം കല്ലുകളുണ്ട്. കല്ലിൻ്റെ ഇടകളിലാണ് മത്സ്യങ്ങളൊക്കെ വന്ന് മുട്ടയിടുകയും അവിടെ തങ്ങുകയും ചെയ്യുന്നൊരു വ്യവസ്ഥയാണ്. ഇവിടെ ഖനനം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു വ്യവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുകയും കല്ലിളകുകയും തീരം കടലെടുക്കാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യും. അപ്പം ചെറുമീനുകളെല്ലാം, അതായത് മറ്റു അയില, മത്തി, ഈ ചാള ഇത്തരം മീനുകളെല്ലാം ഈ പ്രദേശം വിട്ട് മാറുകയും ഈ മത്സ്യത്തൊഴിലാളിക്ക് ഏറെ ബുദ്ധിമുട്ട് സംഭവിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഈ ഖനനം. കരിമണൽ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് കൊയിലോൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ആ പ്രദേശം. അവിടെ നിന്ന് കരിമണൽ ഖനനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗൂഢനീക്കമാണ് ഈ ഖനനത്തിന് പിന്നിലെന്നുള്ളതാണ് ആക്ഷേപം. അത്തരത്തിലുള്ളൊരു സംശയം ശക്തമായ രീതിയിൽ ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമാണ്. ക്യാമറമാൻ ഷനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.